കണ്ണുകൊള്ളുക, കണ്ണേറ് എന്ന് പറയുന്നത് ഹഖുന്നത് യാഥാർത്ഥ്യമാകുന്നു. അപ്പൊ എന്താ വേണ്ടത്? കണ്ണേറുകൊള്ളു. മനുഷ്യൻ എന്താണ് ഈ കണ്ണേറുകൊള്ളുക എന്ന് പറഞ്ഞാൽ, മനുഷ്യനൊരു വസ്തുവിലേക്ക് വളരെ അത്ഭുതകരമായ ഒരു കാര്യം കാണുമ്പോൾ പെട്ടെന്ന് നോക്കിയിട്ടെന്തോ പറഞ്ഞു പോവുകയാണ്. അവൻ പറയണത്, അവനിങ്ങനെ അവന്റെ കണ്ണിൽ അസൂയയോടുകൂടിയുള്ള ഒരു നോട്ടം, അല്ലെങ്കിൽ അത്ഭുതത്തോടുകൂടി വല്ലാത്ത ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള ഒരു നോട്ടായാലും മതി. അതൊരു പക്ഷേ ഈ നോട്ടം കാരണത്താൽ നോക്കപ്പെട്ടയാളിലേക്ക് ഏതെങ്കിലും നിലക്ക് ശാരീരികമായ അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാം. അങ്ങനെ കാരണമായത് നമുക്ക് ഉറപ്പിക്കാനൊന്നും കഴിയൂല. അതാണോ കാരണം? അങ്ങനെ സംഭവിച്ചതാണോ? അങ്ങനെ സംശയിക്കപ്പെടാവുന്ന സാധ്യതകൾ ഉണ്ടാകാം. എന്താ ഇതിന് വേണ്ടത്? ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലും ഇസ്ലാമിലുണ്ട്. സംഭവിച്ചു കഴിഞ്ഞാലുള്ള വേണ്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ഇസ്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ പഠിച്ചോ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്തഈദു ബില്ലാഹി മിനൽ ലഈൻ, നിങ്ങൾ അല്ലാഹുവിനോട് കണ്ണേറിൽ നിന്ന് കാവലി തേടണേ. ഫഇന്നൽ ലഈന ഹഖുൻ, നിശ്ചയം കണ്ണേർ യാഥാർത്ഥ്യമാകുന്നു. ഇബ്നു മാജയും അതുപോലെ തന്നെ ഹാക്കിമും ഉദ്ധരിച്ച ഹദീസാണ്. ഇനിയും നോക്കിക്കോ, ഇമാം മുസ്ലിമും അതുപോലെ തന്നെ ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കാണുന്നു. ആ പെൺകുട്ടിയുടെ മുഖത്തതാ ഒരു കരിവാളിപ്പ് കാണുന്നു. മുഖത്തൊരു കറുത്ത വിവർണമായ ഒരു നിറം കാണുന്നു. മുഖത്തിനൊരു ചേഞ്ച് കാണുന്നു, ഒരു വർണ്ണമാറ്റം കാണുന്നു ഈ പെൺകുട്ടിയുടെ മുഖത്ത്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഉമ്മു സലമ ബീവിയോട് പറയുകയാണ്, ഇസ്തർഖൂ ലഹാ, അവൾക്ക് മന്ത്രിക്കൂ, ഫഇന്ന ബിഹൻ നദറ, അവൾക്ക് കണ്ണുകൊണ്ടിരിക്കുന്നു, അവൾക്ക് കണ്ണേറുകൊണ്ടിരിക്കുന്നു. ബുഖാരിയിൽ കാണാം, മുസ്ലിമിൽ കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാണ്. അപ്പോ സംഭവിക്കുന്നില്ല, ഇനി ആർക്കും തർക്കൊന്നും വേണ്ട. സ്വഹീഹായ ഹദീസ. ബുഖാരിയോ തോട്ടിൽ കാണിട്ടാലും മുസ്ലിമോ കുപ്പയിൽ കാണ്ട് വെറിഞ്ഞാലും മുസ്ലിം പറയാൻ പാടില്ല. ഒരു മുസ്ലിം അങ്ങനെ പറയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് അത് സ്വഹീഹാണോ അല്ലേ എന്നേ ചിന്തിക്കേണ്ടതുള്ളൂ. അതേ, എനിക്കിഷ്ടപ്പെട്ടതാകട്ടെ, ഞാൻ മുമ്പ് പഠിച്ചതിനെതിരാവട്ടെ, ഞാൻ മുമ്പ് കേട്ടതിന് വിരുദ്ധമാകട്ടെ, ഞാൻ മുമ്പ് വായിച്ചറിഞ്ഞതിന് എതിരാവട്ടെ, അതൊന്നും അവിടെ പ്രശ്നമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതിന്ന് ഉറപ്പുവരുത്താൻ സനദ് പരിശോധിക്കലേ മാർഗമുള്ളൂ. സഹീഹുൽ ബുഖാരിയിൽ നമുക്കത് പരിശോധിക്കേണ്ട കാര്യമില്ല. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ആധികാരികമായ ഹദീസിന്റെ ഗ്രന്ഥമായി കൊണ്ട് അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുദ്ധരിക്കുന്ന ഒരു ഹദീസും അതിൽ കളവില്ല. ആ നിലക്കുള്ള സ്വഹീഹായ ഹദീസ് തന്നെ. അപ്പൊ ഇങ്ങനെ സംഭവിച്ചേക്കാം എന്ന് വിചാരിച്ച് ഒരു മൂക്കൊലിപ്പ് കണ്ട അത് കണ്ണേറാ, ഒരു കണ്ണിലെ വേദന അത് കണ്ണേറാ, തൊടുന്നത് മുഴുവൻ കണ്ണേറാക്കണ്ട. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചുകൂടായികയൊന്നുമില്ല. ഇതൊരു സംഭവിക്കാത്ത ഒരു അസംഭവ്യമായ കാര്യമൊന്നും അല്ല എന്നാണ് ഈ പറയുന്നത്. അതിനെന്താ പരിഹാരം? ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്താ പരിഹാരം? ചില ആൾക്കാർ പണ്ടെന്ത് ചെയ്തു? ഉറുക്കും നൂലും കെട്ടി അടക്കും, കണ്ണുകൊള്ളാതിരിക്കാനാ ഒരു കറുത്ത ചരട്. കുട്ടികൾക്കൊരു കറുത്ത നൂല്, അതിന്മേൽ പല വസ്തുക്കളുടെയൊക്കെ കൂച്ചി എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് കുറെ സാധനങ്ങൾ, മാലമണികളെ പോലെ കുറെ പ്ലാസ്റ്റിക് അതിന്റെ ഉള്ളിലിട്ട് കെട്ടി. വേറെ ചില ആളുകൾ എന്ത് ചെയ്യും? എല്ലായിടത്തും ഉണ്ടാവും മിനി കണ്ടൻസറുകൾ. കയ്യിൽ ഇവിടെ ഉണ്ടാവും, അരയിലുണ്ടാവും, കാലിന്റെ തുടമുണ്ടാവും. അരഞ്ഞാ ചരടുണ്ടല്ലേ, ഈ ചരട് കെട്ടി പരിശോധിച്ചു നോക്കിയാൽ മുഴുവൻ മിനി കണ്ടൻസർ കൊണ്ട് ചുറ്റി വരിഞ്ഞു കെട്ടിയിട്ടുണ്ടാവും. കാലുമ്മലുണ്ടാകും, കഴുത്തിലുണ്ടാകും, എവിടെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ കെട്ടും. അങ്ങനെ ഉറുക്ക്, നറുക്ക്, ഐക്കല്ല്, ജന്തുക്കളുടെ തേറ്റപ്പല്ല് കൂട്ടി കെട്ടുന്നവരുണ്ട്. എന്തൊക്കെ പുലിപ്പല്ല്, രണ്ട് പുലിപ്പല്ല് ഇങ്ങനെ ആകിര മാലയാക്കിയിടും. എന്തിനാ? കണ്ണേറ് കൊള്ളാതിരിക്കാനാ, കണ്ണെട്ടാതിരിക്കാനാ പുലിപ്പല്ല്. അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളുടെയൊക്കെ തേറ്റ, മറ്റ് വസ്തുക്കള്. അതുപോലെ തന്നെ ഏറെ ചില പൊട്ടന്മാര് കാണാ ചെറുനാരങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടിയും കെട്ടിയിട്ട് വണ്ടിമ തൂക്കിയിട്ടുണ്ടാവും, കണ്ണു കൊള്ളാതിരിക്കാൻ. വേറെ ചില ഒരു ചെരുപ്പ് തൂക്കിയിട്ടുണ്ടാവും. ഒരു ചെരുപ്പ് ഇങ്ങനെ വെറുതെ ഒരു കീറച്ചെരുപ്പ് ലോറിയുടെ പിന്നിൽ ഇങ്ങനെ തൂക്കിയിട്ട് ലൈലന്റെ വണ്ടി പോണ കാണാം. അതെന്താ അണ്ണനോട് ചോദിച്ചേക്ക്, അണ്ണൻ പറയും കണ്ണു കൊള്ളാതിരിക്കാൻ.
അപ്പൊ ഈ രൂപത്തിൽ ഇങ്ങനെ ഓരോരുത്തരും പലരും ചിലത് തകിടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ചിലയിടത്തുണ്ടാവും എന്ത്, കരിങ്കണ്ണ നോക്ക് ബോർഡ്, കരിക്കട്ടയുടെ എഴുതി വെച്ചിട്ടുണ്ടാവും കരിങ്കണ്ണ നോക്ക്. വേറെ ചിലയിടത്തുണ്ടാവും ഇങ്ങനെ കായ്ക്കറി തോട്ടത്തിലൊക്കെ ഇങ്ങനെ ഒരു കോലം നാട്ടി വെച്ചിട്ടുണ്ടാവും. ഒരു പെണ്ണിന്റെ കുപ്പായൊക്കെ ഇട്ട് കൊടുത്ത്, ഒരു സാരി പുതപ്പിച്ച്, ഒരു ജാക്കറ്റ് ഇട്ട് കൊടുത്ത്, ഒരു തലയിൽ ഇങ്ങനെ ഒരു കലവും കമഴ്ത്തിയിട്ട് അതുപോലെ ഇങ്ങനെ 100 കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് നാവൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കടിച്ച് ഇങ്ങനെ തുറിച്ച് കരിങ്കണ്ണ നോക്ക്. ഇതൊക്കെയാണ് കണ്ണ് കൊള്ളാതിരിക്കാൻ വേണ്ടി ശൈത്താൻ കൊടുത്ത ദുർബോധനങ്ങൾ. എന്നാൽ ഇതൊന്നും ശരിയല്ല, ഇതൊന്നുമല്ല വേണ്ടത്. ആരും എഴുതി കൊടുത്ത ഉറുക്കും വേണ്ട, നറുക്കും വേണ്ട, കെട്ടും വേണ്ട, നൂലും വേണ്ട, ചരടും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ എന്താ, ഇതൊക്കെ ഒഴിവാക്കണമെന്നാ ഇസ്ലാം പറഞ്ഞത്. അതെ, ഈ ശിർക്ക് കലർന്നിട്ടുള്ള മന്ത്രങ്ങളും അതുപോലെ തന്നെ ഈ കല്ലുകെട്ടലും അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള പ്രത്യേകമായ ചരടുകളും മറ്റു കാര്യങ്ങളും കവിടികളും ഒക്കെ കെട്ടലും ശിർക്കുൻ, അത് ശിർക്കാകുന്നു. കാരണം എന്തെങ്കിലും മനുഷ്യനൊന്ന് ശരീരത്തിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ, മൻ തഅല്ലഖ ശൈഅൻ വകില ഇലൈഹി, ആരെങ്കിലും വല്ലതും ശരീരത്തിൽ കെട്ടി ബന്ധിപ്പിച്ചാൽ അവൻ അതിനെക്കൊള്ളയാണ് അവൻ തവക്കുലാക്കുന്നത്. പിന്നെ അവന്റെ വിചാരം എന്താ, ഇതാപ്പന്റെ കാവല്, ഈ 2 ദിവസന്റെ ചിരണ്ടേ, 2 ദിവസന്റെ ചിരടാണ് ഇപ്പൊ എന്നെ കാക്കണത്. അങ്ങനെ കേട്ടിട്ടിട്ട് അതാപ്പോ ഇങ്ങനെ കൊണ്ടുനടക്കുക. മൂലേരി പാപ്പ തന്നതാ, മറ്റേ ആള് മന്ത്രിച്ച് തന്നതാ, തങ്ങള് തന്നതാ, ബീവി തന്നതാ, മറ്റേ ആള് തന്നതാ, ഇയാള് തന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് പേഴ്സിലും പോക്കറ്റിലും വീട്ടിലും എല്ലായിടത്തും ഇതിങ്ങനെ കൊണ്ടു നടക്കുക. പമ്പര വിഡ്ഢികൾ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ. പടച്ചവന്റെ കോപത്തിന് നിമിത്തമാകുന്ന സംഗതിയാണത്. മറിച്ച് എന്താ വേണ്ടത്, റബ്ബിലേക്ക് തിരിയണം, റബ്ബിലേക്ക് തിരിയണം. അല്ലാഹു പറഞ്ഞിട്ടില്ലേ, വമയ്യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അല്ലാഹുവിൽ ആര് തവക്കുലാക്കിയോ അവൻ അല്ലാഹു മതി. കുല്ലു യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് എന്താണോ നിശ്ചയിച്ചത് അത് ഞങ്ങൾക്ക് വരാതിരിക്കില്ല. അതുകൊണ്ട് അവനോടാണ് പറയേണ്ടത്. അവനോട് ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നു എന്നതിന് റബ്ബ് ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങൾ നമുക്ക് ബാധിക്കാതെ നമുക്ക് കാവല് കിട്ടാനും നമുക്ക് രക്ഷ കിട്ടാനും ഇതിന്റെ എല്ലാം ഉടമയായ റബ്ബിനോട് പറയുകയാണ് വേണ്ടത്. അതേ, അതുകൊണ്ടല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞില്ലേ, അതേ, പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ 3 തവണ പറയണ്ടേ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. 3 തവണ ചൊല്ലേണ്ട ദിക്റാണ്. അതുപോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി തമ്മ, അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ ശർരി മാ ഖലഖ, അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള സർവ്വ സൃഷ്ടികളുടെയും കെടുതികളിൽ നിന്ന് പടച്ച റബ്ബിന്റെ മഹത്തായ വചനങ്ങൾ മുഖേന ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. 3 തവണ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ, ഇതൊക്കെ നമുക്ക് കാവലുകളാണ്, ആരുടെയും കണ്ണുകൊള്ളാതിരിക്കാൻ കാവലാണ്. എല്ലാ ദിവസവും നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അതേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഹസൻ ഹുസൈൻ എന്ന പേരക്കുട്ടികളെ മാറോട് ചേർത്ത് പിടിക്കുകയാണ്. മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് 2 കുട്ടികളെയും അണച്ചുകൂട്ടി പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഒരു മന്ത്രം മന്ത്രിക്കുകയാണ്. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. നിങ്ങൾക്ക് 2 ആൾക്കും ഞാൻ അല്ലാഹുവിനോട് ഇതാ അവന്റെ പരിപൂർണമായ വാക്യങ്ങൾ മുഖേന ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ കുല്ലി ശൈത്താൻ, എല്ലാ പൈശാചിക ഉപദ്രവത്തിൽ നിന്നും, എല്ലാ ശൈത്താനിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. വഹാമ്മത്തിൻ, എല്ലാ വിഷജന്തുക്കളിൽ നിന്നും, എല്ലാ മാരകമായ ഉപദ്രവമുണ്ടാക്കുന്ന ജന്തുക്കളുടെ ശർറിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി കാവലിന് ചോദിക്കുന്നു. എനിക്കേട്ടോ, വമിൻ കുല്ലി ഐനിൻ ലാമ്മ, ദുഷ്ട കണ്ണുകളുടെ ശർറിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് നിങ്ങൾക്കായി കാവൽ ചോദിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ എന്ന പേരമക്കൾക്ക് വേണ്ടി കണ്ണേറ് തട്ടാതിരിക്കാൻ അവിടുന്ന് ദുആ ഇരക്കുകയാണ്. വയഖൂലു, എന്നിട്ട് അവിടുന്ന് പറയുകയും ചെയ്തു, ഹകദാ, ഇപ്രകാരം ഞാൻ ഈ ചൊല്ലിയതുപോലെയുള്ള മന്ത്രവും പ്രാർത്ഥനയും കാന ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം യുഅവ്വിദു ഇസ്ഹാഖ വ ഇസ്മാഈൽ അലൈഹിമസ്സലാം, തന്റെ 2 മക്കളായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനും ഇസ്മാഈൽ അലൈഹിസ്സലാമിനും ഞാൻ നിങ്ങൾക്ക് മന്ത്രിച്ചതുപോലെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാവൽ തേടിയതുപോലെ
ഇബ്രാഹിം അലൈഹിസ്സലാം ഈ രണ്ട് മക്കൾക്ക് വേണ്ടിയും ഇതേ ദിക്ർ കൊണ്ട്, ഇതേ മന്ത്രം കൊണ്ട് മന്ത്രിക്കാറും കാവൽ ചോദിക്കാറും ഉണ്ടായിരുന്നു. റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. ബുഖാരിയിൽ കാണാം, ഇല്ലാത്തൊരു കാര്യം, നടക്കാത്തൊരു കാര്യം ചില ചങ്ങാതിമാരൊക്കെ എഴുതുക. അതല്ല ഇതിന് ഹക്കെന്ന് പറഞ്ഞാല് കണ്ണ് അസൂയ ശരിയാണ് എന്നാണ്. ആരെങ്കിലും പറയൂ അസൂയ ഉണ്ട് എന്ന് ആർക്കറിയത്ത്? ഈ എഴുതണോന്ന് പറയില്ലേ? പിന്നെ അൽ ഐനു ഹഖ് എന്ന് പറഞ്ഞാൽ അതാ കണ്ണിന്റെ പ്രത്യേകമായ അസൂയ നിറഞ്ഞ നോട്ടം കൊണ്ടുണ്ടാകുന്ന ആപത്ത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് ലോകത്ത് പിഴച്ച കക്ഷികളല്ലാത്തവരൊക്കെ പറഞ്ഞത്. ബുദ്ധി കൊണ്ട് ദീനിനെ അളക്കുന്ന അഖലാനികളും ഹദീസ് നിഷേധികൾക്കും മാത്രമാണ് ഇത് ദഹിക്കാത്തത്. അല്ലാത്ത മുൻഗാമികളായ മുഴുവൻ പണ്ഡിതന്മാർക്കും ഇത് ദഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രമാണങ്ങളിലുള്ളത് വിശ്വസിക്കുകയാണ് വേണ്ടത്, പരിഹസിക്കണ്ട. എന്നാൽ അതിര് കവിഞ്ഞുകൊണ്ട് പലരും അതിനുണ്ടാക്കി തീർത്തിട്ടുള്ള കെട്ടുകഥകളുടെ പിന്നാലെ പോവുകയും ചെയ്യേണ്ടതില്ല. മറിച്ച് ഇത് വരാതിരിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുള്ള കാവലുകളുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഓതിക്കോ, ആയത്തുൽ കുർസി ഓതിക്കോ, ഖുൽ ഹുവല്ലാഹു ഓതിക്കോ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതിക്കോ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിക്കോ. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ അതേ നമുക്ക് അങ്ങനെ വല്ല പ്രയാസവും തോന്നി എന്ന് തോന്നുന്നുവെങ്കിൽ നമുക്ക് ഖുർആനിലെ ഈ ദിക്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ റസൂലുള്ളാഹിനെ വന്നുകൊണ്ട് മന്ത്രിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ രോഗിയായി കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് രോഗമുണ്ടല്ലേ, വിഷമം തോന്നുന്നുവല്ലേ? എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മന്ത്രിക്കട്ടെയോ എന്നും പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിച്ച മന്ത്രമതാ സ്വഹീഹ് മുസ്ലിമിൽ നിന്ന് കേട്ടോ. ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ശൈഇൻ യുദീക് വമിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക്. അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി ഞാൻ മന്ത്രിക്കുന്നു. താങ്കളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ശർറിൽ നിന്ന്, എല്ലാ വസ്തുക്കളിൽ നിന്നും താങ്കൾക്ക് വേണ്ടി ഞാൻ മന്ത്രിക്കുന്നു. അമിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ, അസൂയാലുവിന്റെ അസൂയയോടുള്ള നോട്ടത്തിന്റെ ശർറിൽ നിന്നും, എല്ലാവിധത്തിലുള്ള ശർറുകളിൽ നിന്നും അല്ലാഹു യശ്ഫീക്, അല്ലാഹു താങ്കൾക്ക് ശിഫ നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹി അർഖീക്, ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ താങ്കൾക്ക് മന്ത്രിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിച്ച മന്ത്രമാണ് ഹദീസിൽ നമ്മൾ കേൾക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ യഅ്മുറുനി, എന്നോട് കൽപ്പിക്കാറുണ്ട്, അന്നസ്തർഖിയ മിനൽ ഐൻ, കണ്ണേറ് തട്ടിയാൽ മന്ത്രിക്കാൻ എന്നോട് കൽപ്പിക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇബ്തങ്ങൾ കൽപ്പിക്കാറുണ്ട്. ഇതും നമുക്ക് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാം. അതുകൊണ്ട് അത്ഭുതകരമായ വല്ലതും കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം. നിങ്ങൾ നിങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സമ്പത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ തന്റെ സഹോദരനെ കുറിച്ചോ നിങ്ങൾക്ക് അത്ഭുതവും ആശ്ചര്യവും തോന്നുന്ന വല്ലതും കണ്ടു കഴിഞ്ഞാൽ ഫല്യദഉ ലഹു ബിൽ ബറക, ഫല്യദഉ ലഹു ബിൽ ബറക, അദ്ദേഹത്തിന് അത് ബർക്കത്ത് ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യുക. ഫഇന്നൽ ഐന ഹഖ്ഖുൻ, കാരണം കണ്ണ് അത് യാഥാർത്ഥ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.